ഫോർ എ റിജിഡ് ബോഡി. ഒരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ കേസിൽ നമ്മൾ വർക്ക് എനർജി തിയറം കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട്. KF - KI = ഇൻ്റഗ്രൽ ഇനീഷ്യൽ ടു ഫൈനൽ സ്റ്റേറ്റ് F ഡോട്ട് dr. ഈ റിജിഡ് ബോഡിയുടെ കേസിലാവുമ്പോൾ ഈ പാർട്ടിക്കിൾ കുറേയധികം പാർട്ടിക്കിൾ ചേർന്നിട്ടുള്ളതാവും. അത് 3 ഡയമെൻഷണൽ ബോഡിയാണ്. അപ്പോൾ അതിന് റൊട്ടേഷണൽ മോഷനും അതേപോലെ തന്നെ ട്രാൻസ്ലേഷണൽ മോഷനും ഉണ്ട്. നേരത്തെ കേസിൽ പാർട്ടിക്കിളിൻ്റെ കേസിൽ അതിന് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ പാർട്ട് മാത്രമായിരുന്നു. ഇപ്പോൾ നമുക്ക് അതിൻ്റെ റൊട്ടേഷണൽ പാർട്ടും കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷനെ തന്നെ നമുക്ക് 2 പാർട്ടാക്കിയിട്ട് ഒരു റൊട്ടേഷണൽ പാർട്ടും ഒരു ട്രാൻസ്ലേഷൻ പാർട്ടും ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് വർക്ക് എനർജി തിയറം ഫോർ ട്രാൻസ്ലേഷണൽ പാർട്ട് നോക്കാം. ഈ ട്രാൻസ്ലേഷൻ സമയത്തായിട്ട് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഈസ് അസ്യൂംഡ് ടു ബി മൂവിങ് വിത്ത് വെലോസിറ്റി v. ദാറ്റ് ഈസ് ഡ്യൂറിങ് translation center of mass moves with velocity v എന്ന് assume ചെയ്യുന്നു. Then the equation of motion, center of massന്റെ equation of motion of center of mass is F is equal to m dv by dt. ന്യൂട്ടൻ്റെ ഇക്വേഷൻ F is equal to ma. ഇനി നമ്മൾ ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് dr ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ അതിൻ്റെ സ്മോൾ വർക്ക് dw is equal to when the center of mass is displaced through dr, the work done dw is equal to F dot dr അല്ലേ. ദറ്റ് ഈസ് എഫിന് പകരം നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. F is equal to m dv by dt എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ dw is equal to m dv by dt dot dr or F dot dr is equal to dw എന്നാണ് F dot dr is equal to m dv by dt dot dr-നെ നമ്മൾ v dt എന്ന് കൊടുക്കുക. സിൻസ് v is equal to dr by dt. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ dr-ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു v dt എന്ന് കൊടുത്തു. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുത്തു. dv by dt dot v dt എന്ന് പറഞ്ഞാൽ d by dt of half mv square. It can be written as d by dt of half mv square into dt. ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് dv by dt into v എന്ന് കിട്ടും. ഇവിടെ ഈ സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ചെയ്തത്. ഇറ്റ് ഈസ് ഈക്വൽ ടു d of half mv square എന്ന് പറഞ്ഞാൽ എഴുതും. ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റഗ്രേറ്റിംഗ് വി ഒബ്റ്റെയിൻ integral from Ri to Rf F dot dr. It is equal to integral from Ri to Rf d of half mv square. d of half mv square എന്ന് പറഞ്ഞാൽ integral from Ri to Rf is equal to half m vf square minus half m vi square. ഇത് നമ്മൾ ട്രാൻസ്ലേഷൻ പാർട്ട് നേരത്തെ കിട്ടിയിട്ടുള്ള ആ ഇക്വേഷൻ സെയിം തന്നെയാണ്. വർക്ക് എനർജി തിയറത്തിൻ്റെ പാർട്ടിക്കിൾ വെച്ചിട്ടുള്ള വർക്ക് എനർജി തിയറം നമ്മൾ കണ്ടതില്ലേ, അത് സെയിം ഇക്വേഷൻ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. integral from Ri to Rf F dot dr is equal to half m vf square minus half m vi square. ഇനി നമുക്ക് അടുത്തതായിട്ട് അതിൻ്റെ റൊട്ടേഷണൽ പാർട്ടിൻ്റെ വർക്ക് എനർജി തിയറം നോക്കാം. വർക്ക് എനർജി തിയറം ഫോർ റൊട്ടേഷണൽ പാർട്ട്. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് റിജിഡ് ബോഡി ഒരു ഫിക്സ്ഡ് ആക്സിസിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. റിജിഡ് ബോഡി റൊട്ടേറ്റ്സ് അബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ്. ദെൻ ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ ദ ഫിക്സ്ഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ അബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ്. അതാണ് നമുക്ക് കാണേണ്ടത്. Rigid body rotates about a fixed axis. The equation of motion for fixed axis of rotation about the center of mass is given by F is equal to ma ആണ് നമ്മുടെ ട്രാൻസ്ലേഷണൽ ഇക്വേഷൻ ആയിട്ട്. ഇത് റൊട്ടേഷണൽ ഇക്വേഷൻ ആകുമ്പോൾ ടോർക്ക്, അതും സെൻറ്റർ ഓഫ് മാസിൻ്റെ ടോർക്ക് ടോ cm is equal to I alpha. ICM ആണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ICM into alpha and it is equal to ICM into d omega by dt. Rate of change of angular velocity ആണ് angular acceleration. ഇനി സെൻറ്റർ ഓഫ് മാസ് is rotated through an angle theta എന്ന് അസ്യൂം ചെയ്യും, d theta. When the center of mass is rotated through an angle d theta, then the work done force into displacement പോലെ ഇവിടെ ഉള്ളത് torque into angular displacement tau cm into d theta. It is equal to ICM d omega by dt. പിന്നെ ഈ d theta ക്ക് പകരമായിട്ട് നമ്മൾ d theta നെ മാറ്റി എഴുതും. d theta is equal to omega dt. കാരണം ആംഗുലർ വെലോസിറ്റി ഒമേഗ is equal to d theta by dt ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ d theta is equal to omega into dt എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ omega dt. നേരത്തെ സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യാൻ ദിസ് ക്യാൻ ബി റിട്ടൺ ഓഫ് d by dt of half mv square ആണ് അവിടെ ഉണ്ടായിരുന്നത്. എമ്മിന് പകരം ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ വിക്ക് പകരം omega square dt is equal to d of half ICM omega square. ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും tau cm d theta is equal to d of half ICM omega square. ഇൻറ്റഗ്രേറ്റ് ചെയ്യുക വിത്തിൻ ദ ലിമിറ്റ്സ് ഇൻറ്റഗ്രൽ ഫ്രം theta I to theta f tau cm d theta. അതാണ് LHS is equal to integral from omega I to omega f d of half ICM omega square. It is equal to half ICM omega f square minus half ICM omega I square. Integral from theta I to theta f tau cm d theta is equal to, this is equation number 2. റൊട്ടേഷണൽ പാർട്ടിൻ്റെ ഇക്വേഷൻ. ട്രാൻസ്ലേഷൻ പാർട്ടിൽ നമുക്ക് കിട്ടിയത് ഇക്വേഷൻ 1. അപ്പോൾ ആഡിങ് ഇക്വേഷൻസ് 1 and 2.
Adding equations 1 and 2. Equation 1 and 2 ന് LHS integral from theta I to theta f dot dr plus integral from theta I to theta f tau cm d theta ആണ് LHS. It is equal to half m vf square minus half m vi square. Equation 1 ൻ്റെ LHS plus half I cm omega f square minus half I cm work omega I. ഈ LHS ഈ പാർട്ടിനെ നമുക്ക് അബ്രിവേറ്റ് ചെയ്തിട്ട് മാറ്റി എഴുതാം. WFI total. It is equal to half m vf square plus half ICM omega f square minus half m vi square plus half ICM omega I square. ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. പിന്നെ ആദ്യത്തെ ടേമിന് പിന്നെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ലെറ്റ് ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ എന്ന് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ദിസ് ഇക്വേഷൻ വിൽ ബിക്കം ഒമേഗ എഫ് ഐ ടോട്ടൽ ഇസ് ഈക്വൽ ടു കെ എഫ് മൈനസ് കെ ഐ. കെ സ്റ്റാൻഡ്സ് ഫോർ സം ഓഫ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ആൻഡ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്ക് മനസ്സിലായി ടോട്ടൽ കൈനറ്റിക് എനർജി. കെ സ്റ്റാൻഡ്സ് ഫോർ സം ഓഫ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ആൻഡ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. വർക്ക് എനർജി തിയറം റിജിഡ് ബോഡിക്കും രണ്ടും രണ്ടായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻ